ഷോപ്പിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ലുലുമോളാണ്. വെറും ഒരു ഷോപ്പിംഗ് മാൾ എന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ആളുകളുടെ മനസ്സിൽ ലുലുമാൾ സ്ഥാനം പിടിച്ചത്. 2025 തുടക്കത്തിൽ തന്നെ വരുന്ന വാർത്ത പ്രകാരം ലുലുവിന്റെതായി വമ്പൻ പദ്ധതികളാണ് വരാനിരിക്കുന്നത്. കേരളത്തിൽ മലപ്പുറത്ത് തിരൂരും പെരിന്തൽമണ്ണയിലുമായി 2 ലുലു ഡെയിലികളാണ് അടുത്തു തന്നെ പ്രവർത്തനം ആരംഭിക്കുക. അതുപോലെ കൊച്ചിയിലെ ലുലുവിന്റെ സ്വന്തം IT ട്വിൻ ടവറിന്റെ ഉദ്ഘാടനവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിവ്. കേരളത്തിന് പുറത്ത് അഹമ്മദാബാദാണ് ലുലു നോട്ടമിട്ടിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മോളായ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ചെന്നൈയിൽ 3 മെട്രോ സ്റ്റേഷനുകളായി ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റും ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. തീർന്നില്ല, ഡൽഹി NCR, നോയിഡ, ഗുരുഗ്രാം, വാരണാസി, പ്രയാഗ്രാജ് എന്നിവിടങ്ങളിലും ലുലു ഉടൻ തന്നെ തങ്ങളുടെ റീറ്റെയിൽ സാന്നിധ്യം അറിയിക്കും. ഇതിനിടെയാണ് ലുലു ഗ്രൂപ്പിനെ സംസ്ഥാനത്തേക്ക് നേരിട്ട് ക്ഷണിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസും രംഗത്തെത്തിയിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ദവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. നാഗ്പൂരിൽ ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ വമ്പൻ ഷോപ്പിംഗ് സമുച്ചയം തന്നെ നാഗ്പൂരിൽ ലുലു ഗ്രൂപ്പ് ഒരുക്കുക. സംസ്ഥാനത്തിന് മികച്ച അവസരങ്ങളും വളർച്ചയും സമ്മാനിക്കുന്ന പദ്ധതിയായിരിക്കും ഇതെന്നും മുഖ്യമന്ത്രി പറയുന്നു. രാജ്യത്തുടനീളം ലുലുവിന് പദ്ധതികൾ വരാൻ പോകുന്നുണ്ടെങ്കിലും കേരളം കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതികൾ വരാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രയിൽ വൻ നിക്ഷേപം നടത്താനായി ലുലുവും സംസ്ഥാന സർക്കാരും തമ്മിൽ നേരത്തെ തന്നെ ധാരണയായിരുന്നു. അമരാവതി, വിശാഖപട്ടണം, വിജയവാഡ, തിരുപ്പതി എന്നിവിടങ്ങളിൽ മാളുകൾ, മൾട്ടിപ്ലക്സുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ നിക്ഷേപങ്ങൾ എന്നിവയാണ് ആന്ധ്രാപ്രദേശിൽ ലുലു ഗ്രൂപ്പ് പ്രധാനമായും നടത്താൻ പോകുന്നത്. 8 സ്ക്രീനുകളുള്ള ഐമാക്സ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഉൾക്കൊള്ളുന്ന ഷോപ്പിംഗ് മാൾ ആയിരിക്കും വിശാഖപട്ടണത്ത് നിർമ്മിക്കുന്നത്. തിരുപ്പതിയിലും വിജയവാഡയിലെയും ഹൈപ്പർ മാർക്കറ്റുകൾ ആഗോള നിലവാരത്തിലുള്ളതായിരിക്കുമെന്ന് കമ്പനി ഉറപ്പു നൽകുന്നു. വിദേശത്തേക്കുള്ള കയറ്റുമതി അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് നിർമ്മിക്കുന്ന അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് കേന്ദ്രത്തിനായുള്ള സ്ഥലം കണ്ടെത്താനുള്ള ചർച്ചകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ കൂടുതൽ നഗരങ്ങളിലേക്കും ലുലു പ്രവർത്തനം വ്യാപിപ്പിക്കും. 2019 ആന്ധ്രാപ്രദേശിൽ 2200 കോടിയുടെ പദ്ധതി ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ചന്ദ്രബാബു നായിഡു അനുവദിച്ച് ഭൂമിയിൽ ഷോപ്പിംഗ് മാൾ അടക്കമുള്ള വമ്പൻ പദ്ധതികൾക്ക് ലുലു ഗ്രൂപ്പ് തറക്കല്ലിടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ പദ്ധതി നടപ്പിലാവാതെ വരികയായിരുന്നു. സംഭവം നടന്നു കഴിഞ്ഞ രാജ്യത്തുടനീളം ഒരു ലുലു മാൾ തരംഗമായിരിക്കും എന്ന് തീർച്ച. മാത്രമല്ല ഈ ന്യൂസുകളെല്ലാം ഇതിനോടകം തന്നെ ലുലുമാൾ ആരാധകർക്കിടയിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്.